അങ്ങനത്തെ പലവിധ പരിപാടികൾക്ക് അവസാനം നമ്മുടെ കണവത്തോരൻ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. വളരെ യമ്മി ലുക്കിംഗ് അല്ലേ, കറിവേപ്പിലൊക്കെ ഞാൻ ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ ടൈമാണ്, ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഹലോ ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. സജീസ് ഇന്നോവേഷൻസിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടൊരു കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്, എനിക്ക് ഹോളിഡേ ആണ്, മക്കളും വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ ആളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മീൻകാരി ഒരു കിടിലൻ ഐറ്റമായിട്ട് വന്നത്. ദേ കണവയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല ഫ്രഷായിട്ട് കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണവ തോരനാണ്. കണവ കൊണ്ടുള്ള തോരൻ നിങ്ങൾക്ക് പലർക്കും അത്രയും പരിചയം ഉണ്ടാവില്ല. കണവ റോസ്റ്റും അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഒരു പാത്രം ചോറ് കഴിക്കാൻ ഈ തോരൻ മാത്രം മതി എന്നെ സംബന്ധിച്ച്. അത്രയും കിടിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ സമയം കളയാതെ ഞാനിതിനെ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ അത് കുറേ സമയത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനും ഒന്ന് മുഷിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ. ഇതേ നമ്മുടെ കണവ ഞാൻ വളരെ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് റൈസ്, നമ്മുടെ അരിയുടെ അട പോലെ ഉണ്ടല്ലേ, കുതിർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കണേ, അതിൻ്റെ ഒരു ലുക്കുണ്ട്. ഈ കണവയ്ക്ക് പല ഭാഗത്തും കൂന്തൽ എന്നും പറയാറുണ്ട്. നിങ്ങൾ ട്രിവാൻഡ്രം ഭാഗത്ത് കണവ എന്ന് തന്നെ പറയുക. ഇതെല്ലാം ഞാൻ നീളത്തിലാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ, നീളത്തിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് റിങ്ങായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് നീളത്തിൽ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ റിങ്ങായിട്ട് കട്ട് ചെയ്തിട്ട് ഈ രണ്ട് സൈഡ് ഓരോ കട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. രണ്ടെണ്ണം കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി അങ്ങനെ കിടക്കുമ്പോൾ അതുകൊണ്ടാണ്. വലുത് ചെറുതൊക്കെ രണ്ടായിട്ട് ടൈം ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ കൂന്തൽ അല്ലെ കണവ റെഡിയാണ്. ബാക്കി ഐറ്റംസ് കണ്ടോ, ഞാൻ വളരെ വിശദമായിട്ട് ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് നിങ്ങൾ പേടിക്കേണ്ട, ഇടുമ്പോൾ എല്ലാം സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ എന്താ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കിംഗ് ആരംഭിക്കുകയാണ്. ഇത് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ ഇതേ മൺചട്ടി ഉപയോഗിച്ച്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒരു വെൽവിഷറുണ്ട്, ശ്രീകല ടീച്ചർ, എൻ്റെ സബ്സ്ക്രൈബറാണ്. ടീച്ചർ പറഞ്ഞായിരുന്നു കുക്കിങ്ങിനേക്കാളും ഇഷ്ടപ്പെട്ടത് എൻ്റെ പാത്രമാണ്. ടീച്ചറെ ഇത്തവണ അങ്ങനെ പറയരുത് കേട്ടോ, ശരിക്കും കണ്ടിട്ട് അഭിപ്രായം പറയും. അപ്പോൾ എന്തായാലും ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായിരിപ്പുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കടക് വറുക്കൽ പരിപാടിയാണ് കേട്ടോ. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. നമുക്ക് ഇത്രയും ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കണം, അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കും കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് 2 ടേബിൾ സ്പൂൺ കണക്കാക്കി തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമാണെങ്കിൽ ഇട്ടുള്ളൂ കേട്ടോ. തേങ്ങാക്കൊത്ത് ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഓഫ് ഐറ്റംസ് ആഡ് ചെയ്യുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതേ, ഒരു 10-20 ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ അല്ലിയായിരുന്നേ. അത്ര തന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു കുറച്ചധികം ചെറിയ ഉള്ളി ഇപ്പോഴത്തെ വില എല്ലാവർക്കും അറിയാം. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ബാക്കി സവാളയും ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു 10-40 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി ഇത്രയും ഐറ്റംസ് ഒന്ന് വാടി വരുന്നത് വരെ നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകണം, പച്ചമണം ഒന്ന് മാറി വരണം. ശരിക്കും മൂത്ത് ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ, അതുവരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ട്രാൻസ്പാരൻ്റായി പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടേ. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചെറിയ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാത്രം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പലർക്കും അറിയായിരിക്കും. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പണ്ട് എനിക്കൊരു സെറ്റായിട്ട് കുറേ ഗിഫ്റ്റ് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണ്. അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഞാൻ കാണിച്ചായിരുന്നു. നല്ല പാത്രം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാത്രം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. പൊടികളിടുമ്പോൾ ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ, 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒത്തിരി മൂക്കണ്ട, പച്ചമണം മാറിയാൽ മതി. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നമ്മുടെ കൂന്തൽ അല്ലെങ്കിൽ കണവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി കൂന്തലിന് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് കണക്കാക്കി വെള്ളം, തിളച്ച വെള്ളം, അങ്ങനെ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നത് കേട്ടോ, ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണേ. ഇടയ്ക്ക് ഒന്നുകൂടെ പറയട്ടെ, ഞങ്ങൾ ഈ സാറിന് തോരൻ ഉണ്ടാക്കുമ്പോൾ പുളി ചേർക്കാറില്ല. പുളി ആവശ്യമുണ്ടെങ്കിൽ കുടംപുളി ചേർക്കുകയോ അല്ലെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുകയോ ചെയ്യുക കേട്ടോ. എനിക്ക് പുളി അത്ര ഇഷ്ടമല്ല തോരൻ, അതുകൊണ്ടാണ്. നമ്മളിതിനെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 10 മിനിറ്റ് വേണ്ട, ഒരു 6-7 മിനിറ്റ്. ഈ കണവ കൊഞ്ച് ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഒത്തിരി അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 മിനിറ്റ് മതി ശരിക്കും. ഒരു 10 മിനിറ്റ് വരെ മാക്സിമം ആവാം. എന്നാലും അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണവ ഒരു 10 മിനിറ്റോളം വെന്തിട്ടുണ്ടേ. നോക്കാം നമുക്ക്. യെസ്, ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തു ഒന്ന് പ്രാവശ്യം കേട്ടോ. കണവയെന്ന് ശരിക്കും വെള്ളമൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ഇത്തിരി വെള്ളം നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടാവും. നമുക്ക് ഇനിയും വേവിക്കേണ്ട, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിർത്താൻ പറഞ്ഞത്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ 4 പാത്രങ്ങളും കഴിഞ്ഞു കേട്ടോ. അവസാനത്തെ ഒരു സെക്ഷൻ കൂടി എന്തൊക്കെ ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 കപ്പോളം ചെറിയ തേങ്ങയാട്ടോ. ഞാനിത് മിക്സിക്കൊന്നും അടിച്ചിട്ടില്ല, ചെറുതായിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു എന്താ പറയുക, അധികം കഷ്ണമൊന്നും ഇല്ലാണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് ഉണ്ടാവും, ഒരു വലിയ മുറി തേങ്ങ എടുത്ത കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല. ഇതൊന്ന് ഫൈനൽ ഇൻഗ്രീഡിയൻസ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കണം. ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ എന്താ മതി. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്ന്. ഇടയ്ക്ക് ഇളക്കി കൊടുത്തു വിട്ടാൽ ഞാൻ. യെസ്, നല്ല വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അധികം വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് അടപ്പ് മാറ്റി വെച്ചിട്ട് ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ട് വരച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിന് വെള്ളം തന്നെ ഉള്ളൂ. ഈ സമയത്ത് 2-3 തൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. കൊടുക്കുക. ഞാൻ ഈ ഒരു കാര്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തം 1/2 കിലോ ആണ് കണവ എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കൂന്തൽ 500 ഗ്രാം എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/2 കിലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കണവത്തോരൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കിടിലൻ ലുക്കാണ്, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അങ്ങനത്തെ പലവിധ പരിപാടികൾക്ക് അവസാനം നമ്മുടെ കണവത്തോരൻ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. വളരെ യമ്മി ലുക്കിംഗ് അല്ലേ, കറിവേപ്പിലേക്ക് ഞാൻ ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ ടൈമാണ്. ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. വൈഫ് കുറേ ഐറ്റംസ് മോര് കറി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട, എനിക്കിന്ന് കണവത്തോരനും പിന്നെ എൻ്റെ ഫേവറേറ്റ് റംബൂട്ടാൻ അച്ചാറും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ റംബൂട്ടാൻ കൂടി ഉണ്ടാക്കിയതാണ്. ഈ റംബൂട്ടാൻ അച്ചാർ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് അച്ചാറാണ്. എന്തായാലും ഇതുണ്ടാക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും നോക്കിയിട്ട്, റംബൂട്ടാൻ്റെ സമയമാണ്, അത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കണവത്തോരൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളി കണവത്തോരൻ ചോറ് കേട്ടോ. റംബൂട്ടാനും കൂടെ എടുക്കാം ഞാൻ. യെസ്, ഈ കണവത്തോരൻ ഇങ്ങനെ എടുക്കുക, ചോറിലേക്ക് ഇങ്ങനെ പിടിക്കുക കേട്ടോ. കണ്ട, വരും കേട്ടോ. റംബൂട്ടാൻ കൂടെ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ പറഞ്ഞു കരുതണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കണവത്ര കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ലല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണവത്തോരൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നുണ്ട് കരുതുന്നു.
ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.